നമസ്കാരം. ബ്രിട്ടനിൽ വലിയ അധികാര കൈമാറ്റം. ഹൗസ് ഓഫ് കോമൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വൻ വിജയം. സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും. ബ്രിട്ടീഷ് പാർലമെന്റിലെ ആദ്യ മലയാളിയായി കേരളത്തിന്റെ കോട്ടയംകാരൻ സോജൻ ജോസഫ്. ബ്രിട്ടീഷ് പൊതുതെരഞ്ഞെടുപ്പിൽ 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടി ഭരണം അവസാനിപ്പിച്ച് ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക്. 650 അംഗ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 1/3 സീറ്റുകളുടെ ഫലം പ്രഖ്യാപിച്ചപ്പോഴേക്കും 325 സീറ്റ് ലേബർ പാർട്ടി നേടി. നിലവിൽ 359 സീറ്റുമായി ലേബർ പാർട്ടി മുന്നേറുകയാണ്. കൺസർവേറ്റീവ് പാർട്ടി വെറും 72 സീറ്റിലേക്ക് ഒതുങ്ങി. 2019 172 മുകളിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് സീറ്റുകൾ നഷ്ടമായി. ഡെമോക്രാറ്റിക് പാർട്ടി 3-ാം സ്ഥാനത്തെത്തി. കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും. വോട്ട് ചെയ്തവരോട് കെയർ സ്റ്റാർമർ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി ഋഷി സുനാക് പാർട്ടിയുടെ തോൽവി സംബന്ധിച്ച് സ്റ്റാർമറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ മലയാളി സോജൻ ആഷ്ഫഡ് മണ്ഡലത്തിൽ വിജയിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളിയാണ് കോട്ടയംകാരൻ സോജൻ ജോസഫ്. ആഷ്ഫഡ് കൗൺസിലറും NHSലെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് മേധാവിയുമാണ് സോജൻ ജോസഫ്. 650 അംഗ പാർലമെന്റിൽ 410 ലേബർ പാർട്ടി നേടും എന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. ഇനി ബ്രിട്ടനിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.